And although it's not in her. ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ വരുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. Cash flow statement is an analytical statement prepared by management accountant depicting the reasons for changes in cash position from one period to another. ഇപ്പോൾ രണ്ട് പീരിയഡ് തമ്മിലുള്ള ക്യാഷിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തരം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ പറയുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് പ്ലാൻസ് ഫോർ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിലെ പ്ലാൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പം എത്ര നമ്മുടെ കയ്യിൽ ക്യാഷ് അവൈലബിൾ ആയിരിക്കും, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയും അതിനനുസരിച്ച് പ്ലാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയും. A close scrutiny of the financial statement for a period reveals the nature and sources of inflow and outflow of cash. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻഫ്ലോവും ഔട്ട്ഫ്ലോ ആണ്. ക്യാഷിൻ്റെ എവിടെ നിന്നൊക്കെ ക്യാഷ് വന്നു, സോഴ്സസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യത്തിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്തു എന്നതൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. A projected cash flow statement will help the management in ascertaining how much cash will be available to meet the obligations of trade creditors. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര ക്യാഷ് ഫ്യൂച്ചറിൽ അവൈലബിൾ ആയിരിക്കും, നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെതും അതുപോലെ നമുക്ക് വരുന്ന കുറച്ച് ലയബിലിറ്റീസും ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ എത്രത്തോളം അവൈലബിൾ ആയിരിക്കും എന്നറിയാൻ വേണ്ടി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറ്റും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ നോക്കാം. Cash flow statement is defined as a summary of the actual or anticipated incoming and outgoings of cash and cash equivalents in a firm over an accounting period by making the analysis down to operating, investing and financing activities. ഇപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ആക്ച്വൽ ഓർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇപ്പം ഒന്നുകിൽ ആക്ച്വൽ വെച്ചിട്ടാവും അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ്, നമ്മളത് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ചെയ്യാം. എന്താ ചെയ്യുന്നത്, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ്സ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ക്യാഷിൻ്റെയും ക്യാഷ് ഇക്വലൻസിൻ്റെയും എത്രത്തോളം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്, എത്രത്തോളം നമ്മളതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് ഓവർ എൻ അക്കൗണ്ടിങ് പീരിയഡ്, ഒരു അക്കൗണ്ടിങ് പീരിയഡിലേക്കുള്ള ബൈ മേക്കിംഗ് ദ അനാലിസിസ് ഡൗൺ ടു ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. 3 തരത്തിൽ ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെത്, ഇൻവെസ്റ്റിങ്ങിൻ്റെ, ഫിനാൻസ് ആക്ടിവിറ്റീസ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കുറച്ച് യൂസസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, നീഡ്, പേർപ്പസ്, സിഗ്നിഫിക്കൻസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഉത്തരം മാത്രം എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്കതിന് ക്യാഷ് മെഷർ ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ് അല്ലേ, ക്യാഷ് മെഷർ ചെയ്യാം, അതിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒക്കെ മെഷർ ചെയ്യാം. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സൗണ്ട് ഫിനാൻഷ്യൽ പോളിസീസ്. നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് ക്യാഷ് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിലുള്ള ക്യാഷ് പൊസിഷൻ എത്രയായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കും. അതിനനുസരിച്ച് നമുക്ക് സൗണ്ട് ഫിനാൻഷ്യൽ പോളിസീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് റീപേയിങ് കപ്പാസിറ്റി. നമുക്ക് ഫ്യൂച്ചറിലേക്ക് എത്രയുണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തും കൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റീപേയിങ് കപ്പാസിറ്റി അനലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ. നെക്സ്റ്റ് സ്റ്റഡിങ് പാസ്റ്റ് ബിഹേവിയർ. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ബിഹേവിയർ, നമ്മുടെ ക്യാഷിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് വന്നിട്ടുള്ളത് അത് സ്റ്റഡി ചെയ്യാൻ പറ്റും. പാസ്റ്റ് ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റഡിങ് ഫാക്ടേഴ്സ് റെഡ്യൂസിങ് ക്യാഷ് ബാലൻസ്. നമ്മുടെ ക്യാഷ് ബാലൻസ് എന്തുകൊണ്ട് കുറയുന്നു, അതുപോലെ തന്നെ അത് എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, രണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് ബാലൻസ് നമ്മുടെ റെഡ്യൂസ് ചെയ്യാനുള്ള റീസൺസ്, നമ്മൾ എന്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ല എന്തെങ്കിനെയാണ് നമ്മളത് സ്പെൻഡ് ചെയ്ത് പോയിരിക്കുന്നത്. നെക്സ്റ്റ് കൺട്രോളിങ് ക്യാഷ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്ഫ്ലോ എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനും അത് വെച്ച് നമ്മൾ ഫ്യൂച്ചറിലുള്ള ക്യാഷ് എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കഴിഞ്ഞത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ വരുന്ന ക്യാഷ് ഫ്ലോ എങ്ങനെയാണെന്ന് നമ്മൾ
ഡിസൈഡ് ചെയ്യും, അതിനനുസരിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അസസിങ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി പൊസിഷൻസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ എത്ര പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സോൾവൻസി പൊസിഷനും അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവാലുവേറ്റിംഗ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഫ്യൂച്ചറിൽ എവിടെ നിന്നൊക്കെ ക്യാഷ് വരാം, നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് മാത്രമല്ല ഫ്യൂച്ചറിൽ എവിടെ നിന്നൊക്കെ ക്യാഷ് വരാം എന്നുകൂടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സപ്ലൈങ് നെസസറി ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അതുപോലെ ഇതിൻ്റെ യൂസേഴ്സിന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സിന് നമുക്ക് വേരിയസ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. എന്തൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും? ഇതിൽ ഇൻഫ്ലോ ഓഫ് ക്യാഷ്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ പ്രഡിക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ, പ്രഡിക്റ്റഡ് ക്യാഷ് ഔട്ട്ഫ്ലോ, പ്രഡിക്റ്റഡ് ക്യാഷ് ബാലൻസ്, ഇതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡസ് നോട്ട് ഡെപിക്റ്റ് the true cash liquidity. ബിസിനസ്സിലെ cash flow statement only reveals the inflow and outflow of cash. The cash balance disclosed by this statement may not depict the true cash liquidity. ഇപ്പോൾ ഇതിൽ ഇൻഫ്ലോവും ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിവീൽ ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ബാലൻസ് കറക്റ്റ് ആവണം നിർബന്ധമില്ല. Next, it does not reveal net income. A cash flow statement cannot be equated with the income statement. An income statement takes into account both cash and non-cash items. Hence, cash fund does not mean the net income of the business. നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് എടുക്കുന്നത് അല്ലേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ സെയിം ഐറ്റംസ് എല്ലാം നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എടുക്കുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ക്യാഷ് ഐറ്റംസും നോൺ ക്യാഷ് ഐറ്റംസും എടുത്തിട്ടാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ അതിൽ കാണിക്കുന്ന ബാലൻസ് ഇൻകം ആണെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, it does not present the complete picture. Working capital being a wider concept of fund, a fund flow statement present a more complete picture than cash flow statement. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ് കുറച്ചുകൂടി വൈഡർ ആയിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോയും കാട്ടി കുറച്ചുകൂടി ബെറ്റർ പിക്ചർ തരാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കാട്ടി കുറച്ചുകൂടി ബെറ്റർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. Next, easy influence on cash balance. The cash balance is too easily influenced by postponing purchase and other payments. ഇപ്പോൾ നമുക്ക് ക്യാഷ് ബാലൻസിനെ പെട്ടെന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു കൊടുക്കാനുള്ള പേയ്മെൻറ്റ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാഷ് ബാലൻസ് നമ്മുടെ കയ്യിൽ കൂടില്ലേ, കൊടുക്കാനുള്ള അത്രയും പൈസ നമ്മുടെ കയ്യിൽ കിടക്കുവാണ്. അപ്പം അത് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, not a substitute to fund flow statement. Cash flow statement is not a substitute to fund flow statement which provides information relating to causes that leads to increase or decrease in working capital. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസിൻ്റെ കോസസ് ആണ് നമ്മൾ ശരിക്കും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിക്കുന്നത് അല്ലേ. അപ്പം അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ക്യാഷ് ഫ്ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യാഷ് ഫ്ലോയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കുന്നില്ല. Next, gives misleading result. A comparative study of cash flow statement often give only misleading results. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ചില റിസൾട്ട്സിലേക്ക് ചിലപ്പം എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ്, അതിൻ്റെ മീനിങ്ങിൽ ഡിഫറൻസ് നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. ഇപ്പോൾ ഫണ്ടിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മളിതിൽ കാണിക്കുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ. ബാലൻസ് ഷീറ്റിൽ രണ്ട് ബാലൻസ് ഷീറ്റിന് ഇടയിൽ വരുന്ന ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡെപിക്റ്റിംഗ് ദ റീസൺസ് ടു ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരിയഡ് ടു അനദർ. ഒരു പീരിയഡിൽ നിന്നും വേറൊരു പീരിയഡിന് ഇടയിലുള്ള ക്യാഷിലുള്ള ചേഞ്ചസിൻ്റെ റീസൺസ് ആണ്. മറ്റേത് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് പേർപ്പസ് പറയാണ്, ഇറ്റ് ഷോസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോസ് ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എന്താ പഠിക്കുന്നത്? ഷോ ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കുന്നില്ല, ക്യാഷ് പൊസിഷന്റെ ചേഞ്ചസിലുള്ള എന്തുകൊണ്ടാണ് ചേഞ്ചസ് വന്നത്, അതാണ് നമ്മളിതിൽ മനസ്സിലാക്കുന്നത്.
നെക്സ്റ്റ് സ്കോപ്പ് പറയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡീൽസ് വിത്ത് ഓൾ ദ കോമ്പണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ക്യാഷ്. അപ്പോൾ ക്യാഷും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോമ്പണൻസിൽ ക്യാഷും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡീൽസ് ഓൺലി വിത്ത് ക്യാഷ്. അവിടെ ക്യാഷിൻ്റെ ഡീലിങ്സ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് പീരിയഡ് ഓഫ് ഫിനാൻസിങ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം ഫിനാൻസിങ്. ലോങ് ടേമിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടേം ഫിനാൻസിങ്. അതേസമയം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ടേം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വരുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതിന് നെക്സ്റ്റ് മെഷർമെന്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മെഷർ ചെയ്യുന്ന സോൾവൻസി പൊസിഷൻ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മെഷർ ചെയ്യുന്ന ലിക്വിഡിറ്റി പൊസിഷൻ ആണ് അല്ലേ. ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സോൾവൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോൺസും അഡ്വാൻസസും എങ്ങനെ എത്ര പെട്ടെന്ന് പേയ്മെന്റ് നടത്താം, അല്ലെങ്കിൽ അത് പേയ്മെന്റ് നടത്താനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് മ്യൂച്വൽ എഫക്റ്റ്. സൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ മെ നോട്ട് നെസസറിലി മീൻ സൗണ്ട് ക്യാഷ് പൊസിഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്നതിൻ്റെ അർത്ഥം അവിടെ നമുക്ക് ലിക്വിഡ് ക്യാഷ് ഉണ്ടാവണം എന്നായിരിക്കണം എന്നില്ല. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ക്യാഷ് ബീങ് പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഇൻ ക്യാഷ് ലീഡ്സ് ടു ഇംപ്രൂവ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആവാം. പക്ഷെ തിരിച്ചു വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ നല്ല സൗണ്ട് ആണെന്ന് പറഞ്ഞാൽ അവിടെ സൗണ്ട് ക്യാഷ് പൊസിഷൻ ഉണ്ടാവണം എന്നില്ല. നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് പ്രിപ്പറേഷൻ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ പറയാണ് an increase in a current liability or decrease in a capital current asset results in decrease in working capital and vice versa. Increase in current liability increase ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. ഇനി തിരിച്ച് ഡിക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരും. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് വന്നു കഴിഞ്ഞാലും ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരും. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇനി ഇൻക്രീസ് ഇൻ കറണ്ട് liability or decrease in current asset other than cash will result in increase in cash and vice versa. Increase in current liability increase ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ഇൻ ക്യാഷ് ആണ് വരുന്നത്. ഓർ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് വരുന്ന സമയത്തും അതർ ദാൻ ക്യാഷ് വരുമ്പോഴും ഇൻക്രീസ് ഇൻ ക്യാഷ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഫോമാറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്. പ്രത്യേകിച്ച് ഫോമാറ്റ് ഒന്നുമില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോമാറ്റ് AS3 നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിന്റെ കാര്യം പറയാണ്. ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ദ ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആർ ഇൻക്ലൂഡഡ് ഇൻ ഷെഡ്യൂൾ ട്രീറ്റഡ് ആസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഷെഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പണിങ്ങും അതേപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. The balance of cash equivalents such as check, draft, etc. at the beginning and at the end are also treated in cash. ഇനി ക്യാഷ് ഇക്വാലൻസ് ആയ ചെക്കും ഡ്രാഫ്റ്റും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് എ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് പോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. It is a secondary statement as it is made with the help of figures available in the balance sheet of previous year and current year, profit loss account of current year and additional information. ശരിക്കും ഇത് സെക്കൻഡറി സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഡാറ്റ എടുത്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. എവിടെ നിന്നൊക്കെ എടുക്കുക, ബാലൻസ് ഷീറ്റിൽ നിന്നും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നൊക്കെ ഡാറ്റ എടുത്തിട്ട്. അപ്പോൾ അത് പ്രൈമറി ആയ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സെക്കൻഡറി സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. AS3 insists that cash flow statement should reveal distinctly the cash flows from operating activities, investing activities and financing activities. ഇതൊക്കെ ചെയ്യണം നമ്മളോട് AS3 പറയുന്നുണ്ട്. The total cash flows from these activities will be the net increase or decrease in cash and cash equivalents during the period. അപ്പോൾ ഇതിൻ്റെ നമ്മളെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. When the opening balance of cash and cash equivalents is added to net increase, the total will be closing balance of cash equivalents.
ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കിട്ടേണ്ടത് അവിടെയുള്ള ക്ലോസിംഗ് ബാലൻസ് കിട്ടണം. ഈ നെറ്റ് ഇൻക്രീസോ ഡിക്രീസ് ഇൻ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇക്വലൻസ് കിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഇപ്പോൾ റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. These activities result from the transactions and events that enter into the determination of net profit or loss. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ആണ്, ഈവൻസ് ആണ് എന്നുവെച്ചാൽ ഈ പറഞ്ഞ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സ് ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ലോസ് ഉണ്ടാകുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾസ് ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റെൻഡറിങ് ഓഫ് സർവീസ്. അപ്പോൾ ചിലപ്പം പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, അല്ല സർവീസ് ഇൻഡസ്ട്രി ആവും. എന്തായി കഴിഞ്ഞാൽ അവരുടെ ബേസിക് ക്യാഷ് റിസീറ്റ് എവിടെ നിന്നാണ് വരുന്നത്? സെയിൽ അല്ലേ, ഗുഡ്സ് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ സർവീസ് സെയിൽ ചെയ്യാം. നെക്സ്റ്റ് ക്യാഷ് റിസീറ്റ് ഫ്രം റോയൽറ്റി, ഫീ, കമ്മീഷൻ ആൻഡ് അതർ റവന്യൂ. ഇതുകൂടാതെ നമുക്ക് വേറെ എങ്ങനെയൊക്കെ ക്യാഷ് റിസീവ് ചെയ്യാം? റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ, അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് ഇങ്ങനത്തെ ഒക്കെ വരും. നെക്സ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ നമ്മൾ മെയിനായിട്ട് സപ്ലയറിന് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ പെർച്ചേസിൻ്റെ പേയ്മെൻറ്റ്. നെക്സ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ് ടു ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയീസിനുള്ള പേയ്മെൻറ്റ്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ്സ് ടു ഓർ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് unless they are specifically connected with investing and financing activities. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്, അപ്പോൾ അത് ഡയറക്റ്റ്ലി നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് കണക്റ്റഡ് ആണെങ്കിൽ. നെക്സ്റ്റ് ക്യാഷ് റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ്, ഓപ്ഷൻ കോൺട്രാക്ട്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ് ഇതിലൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് റിസീറ്റ്സ് വരാം അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് വരാം. അപ്പം ആ വരുന്ന പേയ്മെൻറ്റ്സ് ആൻഡ് റിസീവ്സ്. നെക്സ്റ്റ് ക്യാഷ് റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് റിസൾട്ടിങ് ഫ്രം purchase or sale of trading securities. നമ്മൾ ട്രേഡിംഗ് സെക്യൂരിറ്റീസിലുള്ള പർച്ചേസ് സെയിൽ കൊണ്ടുണ്ടാവുന്ന ക്യാഷ് റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ മീനിങ് ഡെഫിനിഷൻസ് പഠിച്ചു. നെക്സ്റ്റ് അതിൻ്റെ യൂസസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് എന്ത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ലിമിറ്റേഷൻസ് പഠിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതിന് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. ഈ ഡിഫറൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ലപോലെ പഠിക്കണം. നെക്സ്റ്റ് നമ്മളെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൽ പ്രിപ്പയർ ചെയ്യുന്നതിൽ നമുക്ക് പറഞ്ഞു ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ആ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കാൽക്കുലേഷൻസ് പഠിക്കാനുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.